You've been talking about patience, hoping for everlasting. Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിലൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു കിഡിലൻ ഡ്രീമി ലുക്ക്, അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടിട്ടുണ്ടാവും, അത്തരത്തിലുള്ള ഒരു കിഡിലൻ ഡ്രീമി ലുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ ആ ഒരു എഫക്റ്റ് നമ്മളെ വീഡിയോയിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് 1 ക്ലിക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. ക്യാപ് കട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളൊരു വീഡിയോ ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഏത് ക്ലിപ്പിലേക്കാണ് ആ ഒരു കളർ ഗ്രേഡിങ് കൊണ്ടുവരുന്നത്, ഒരു ക്ലിപ്പ് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ഡ്രീമി ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ഫോണിൽ ഷൂട്ട് ചെയ്ത് ആ ഒരു അത്തരത്തിലുള്ള ഒരു ക്ലിപ്പിലായിരിക്കും കുറച്ചുകൂടെ മാച്ച് ആയിട്ട് വരിക. അതായത് നമ്മളിപ്പം കോളേജ് വീഡിയോസ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പം, ട്രാവൽ വീഡിയോസൊക്കെ നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോസിനാണ് കൂടുതൽ സ്യൂട്ടായിട്ട് വരുന്നത്. മറ്റ് വീഡിയോസിൽ ഞാൻ ആഡ് ചെയ്തപ്പം അത്ര ഒരു രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പാണ് ഞാൻ എടുക്കുന്നത്. ദെൻ എൻഡിങ്ങിലുള്ള ക്യാപ് കട്ട് എന്നുള്ള ആ ഒരു ഡിഫോൾട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, താഴെ എഫക്ട്സ് എന്നുണ്ടാവും, അതിൽ വീഡിയോ എഫക്ട്സ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മുകളിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ റെട്രോ എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ കുറേ അധികം റെട്രോ ഫിൽറ്റേഴ്സ്, എഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, റെട്രോ ബ്ലൂ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിക്കുള്ള ഗ്ലോ എഫക്റ്റ് കിട്ടും. ഇതാണ് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോയുടെ എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഗ്ലോ എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ബട്ടൺ ഉണ്ട്. ഇവിടെ നമുക്ക് അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷാർപ്പൻ, ബ്ലർ, ഗ്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കതും കാര്യങ്ങൾക്കെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ വീഡിയോക്ക് ഏത്ത മാതിരി നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഗ്ലോ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക്, അതായത് ഇപ്പം ആ ഒരു സ്കൈ എന്നൊക്കെ പറയുന്നത് വളരെ ഫോഗായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുക. ഷാർപ്പനും കാര്യങ്ങളൊക്കെ, ഗ്ലോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഒറ്റ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് പറഞ്ഞാൽ കണ്ടില്ലേ, കാണാൻ നല്ലൊരു രസമുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.